നമസ്കാരം. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇയിലെത്തിയിരിക്കുകയാണ്. അവിടെ അബുദാബിയിൽ അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും. അഹ്ലാൻ മോദി പരിപാടി അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി അവിടെ എത്തും എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ഏതാണ്ട് 12 മണിയോടുകൂടി തന്നെ ഈ പരിപാടികൾ ആരംഭിച്ചിരുന്നു. അല്പസമയത്തിനകം മോദി അവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയായതിനു ശേഷമുള്ള നരേന്ദ്രമോദിയുടെ 7ാമത് യുഎഇ വിസിറ്റാണ്. ഇന്ന് അദ്ദേഹത്തിന് ഊഷ്മളമായ സ്വീകരണമാണ് അവിടെ ലഭിച്ചത്. യുഎഇ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. അദ്ദേഹവുമായി ഉഭയകക്ഷി ചർച്ചകളും നടന്നു. ഊഷ്മളമായ സ്വീകരണം, തന്റെ കുടുംബത്തിലേക്ക് എത്തിയ അനുഭവമാണ് തനിക്കുണ്ടായത് എന്നാണ് പ്രധാനമന്ത്രി അതിനോട് പ്രതികരിച്ചത്. ഇപ്പോൾ നമുക്ക് കാണാം, സ്റ്റേഡിയം നിറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ സമൂഹത്തിന്റെ പ്രതിനിധികൾ ആണ് പ്രധാനമന്ത്രിയെ കാണാനായി മണിക്കൂറുകളായുള്ള കാത്തിരിപ്പാണ്. അവിടെ ക്ലൈമറ്റ് അത്ര അനുകൂലമായിരുന്നില്ല. കനത്ത മഴ പെയ്ത സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 65,000 പേർ പങ്കെടുക്കാനായി ഈ ടിക്കറ്റുകൾ എടുത്തിരുന്നു എങ്കിൽ പോലും ആളുകളുടെ എണ്ണം പിന്നീട് നിയന്ത്രിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. കാലാവസ്ഥ മോശമായതിനെ തുടർന്ന് ഉള്ള നിയന്ത്രണങ്ങളാലാണ് ആളുകൾ ഏതാണ്ട് 35,000-ഓളം വരുന്നവർക്ക് മാത്രമാണ് ഇപ്പോൾ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. 800-ഓളം വരുന്ന കലാകാരന്മാർ, അത് ഇന്ത്യയിൽ നിന്നുള്ളവർ ഉൾപ്പെടെയുണ്ട്. അവർ അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ അവിടെ നടന്നു വരികയാണ്. മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ്. ഇനി ഏതാനും മിനിറ്റുകൾക്കകം പ്രധാനമന്ത്രി അവിടേക്ക് എത്തും. ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഊഷ്മളമായ സ്വീകരണം പ്രധാനമന്ത്രിക്ക് അവിടെ ലഭിക്കുന്നു. 8 മാസത്തിനിടെ അദ്ദേഹത്തിന്റെ 2ാമത് സന്ദർശനമാണ്. നിരവധി കരാറുകളിൽ ഒപ്പിടുകയുണ്ടായി. ഊർജ്ജമേഖലയും നിക്ഷേപവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള നിരവധി കരാറുകളാണ് ഇന്നത്തെ സന്ദർശനത്തിൽ ഒപ്പിടുന്നത്. നാളെ പ്രധാനപ്പെട്ട ചില പരിപാടികളുണ്ട്. ഹിന്ദു ക്ഷേത്ര ഉദ്ഘാടനം ഉൾപ്പെടെയുള്ള പരിപാടികൾ നാളെ നടക്കാനിരിക്കുകയാണ്. എന്തായാലും മോദിയുടെ വരവിനായി ഇന്ത്യൻ സമൂഹം കാത്തിരിക്കുന്നു. നമുക്കൊപ്പം ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് MG മിഥുൻ ചേരുകയാണ്. മിഥുൻ, എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. കലാപരിപാടികൾ മണിക്കൂറുകളായി അവിടെ നടക്കുന്നു. പ്രധാനമന്ത്രിയുടെ വരവിനായി കാത്തിരിക്കുകയാണ് എല്ലാവരും. തന്റെ കുടുംബത്തിലേക്ക് എത്തിയ പ്രതീതി എന്നതാണ് യുഎഇ സന്ദർശനത്തിൽ പ്രസിഡന്റിനെ ഉൾപ്പെടെ കണ്ടതിന് ശേഷം പ്രധാനമന്ത്രി പറഞ്ഞത്. ഈ ഇന്ത്യൻ സമൂഹത്തോട് പ്രധാനമന്ത്രി എന്തു പറയുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയാണ് എല്ലാവരും കാക്കുന്നത് മോദി? രേണുക, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ വർണ്ണാഭമായ സ്വീകരണം തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി ഒരുക്കിയിരിക്കുന്നത്. അഹ്ലാൻ മോദി പരിപാടിക്കായി അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തും. അതിനുശേഷം പ്രവാസി സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും. വൈകിട്ട് നമ്മൾ ദൃശ്യങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിച്ചപ്പോൾ ഇതിന്റെ ഈ ഏകദേശം 700-ഓളം കൾച്ചറൽ ആർട്ടിസ്റ്റുകൾ പങ്കെടുക്കുന്ന വിവിധ കലാ പരിപാടികൾ ഈ ഒരു പരിപാടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ ട്രയൽ റണ്ണൊക്കെ നമ്മൾ കാണുകയും ചെയ്തതാണ്. അതടക്കം ഈ നരേന്ദ്രമോദിയുടെ ഈ ഒരു പരിപാടിക്ക് മുന്നോടിയായി നടക്കുകയും ചെയ്യും. അത്തരത്തിൽ വർണ്ണാഭമായ രീതിയിലുള്ള ഒരുക്കങ്ങൾ തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ ഒരു യുഎഇ സന്ദർശനവുമായി ബന്ധപ്പെട്ട അഹ്ലാൻ മോദി പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രവാസി സമൂഹം ഒരുക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ വികസിത ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കുന്നത് കേൾക്കാൻ കാതോർത്തിരിക്കുകയാണ് പ്രവാസി സമൂഹം. വൈകിട്ട് മുതൽ തന്നെ സ്റ്റേഡിയത്തിലേക്ക് ഏകദേശം 65,000 പേരോളമാണ് ഈ ഒരു പരിപാടിക്കായി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. രജിസ്റ്റർ ചെയ്തതനുസരിച്ച് 65,000-ത്തിലധികം പേർ ഈ ഒരു സ്റ്റേഡിയത്തിലേക്ക് എത്തുമെന്നാണ് സംഘാടകർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. നേരത്തെ തന്നെ ഇവരെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തു. അത് തന്നെയാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് എത്താൻ. ഒപ്പം തന്നെ അദ്ദേഹം വൈകിട്ട് 4:30 തന്നെയാണ്, അതായത് ഇന്ത്യൻ സമയം 4:30 കൂടിയാണ് അദ്ദേഹം യുഎഇയിൽ എത്തിയത്. ഇത് 7ാം തവണയാണ് അദ്ദേഹം യുഎഇ സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ 7 മാസത്തിനിടയിൽ 5ാം തവണയാണ് മോദി യുഎഇ സന്ദർശനം നടത്തുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹം യുഎഇ സന്ദർശനം നടത്തിയത്. അന്ന് 2 ദിവസത്തെ സന്ദർശനത്തിൽ സുപ്രധാനമായ ചില കരാറുകളിൽ ഒപ്പിട്ടിരുന്നു. ഒപ്പം തന്നെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്, അതായത് രൂപയും ഒപ്പം തന്നെ ദിർഹവുമായി ഇടപാടുകൾ നടത്താനുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ധാരണാപത്രത്തിൽ അദ്ദേഹം ഒപ്പുവെക്കുകയും ചെയ്തു. അതിനുശേഷമായിട്ടുള്ള സുപ്രധാന സാമ്പത്തിക ഇടനാഴികൾ വിപുലീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ അത് ചർച്ച ചെയ്യുകയും അതിന്റെ സുപ്രധാനമായ പ്രഖ്യാപനങ്ങളൊക്കെ അന്ന് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിനുശേഷമാണ് വീണ്ടും അദ്ദേഹം ഈ ഒരു യുഎഇ സന്ദർശനത്തിനായി എത്തിയത്. അതിനുശേഷം അദ്ദേഹം യുഎഇ ഭരണാധികാരിയും യുഎഇ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ്
അൽ നഹ്യാനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തി. അദ്ദേഹം ബ്രദർ എന്ന് അഭിസംബോധന ചെയ്ത്, സഹോദരൻ എന്ന് അഭിസംബോധന ചെയ്തതാണ്. നമുക്കറിയാം കാലാകാലങ്ങളായി ഇത്തരത്തിൽ വിദേശ സന്ദർശനം നടത്തുമ്പോൾ അവിടെയുള്ളവരെ അതായത് ആ രീതിയിൽ അഭിസംബോധന ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇത്തവണ അത് കൂടുതൽ അൽ നഹ്യാനെ അദ്ദേഹം ബ്രദർ എന്ന് വിളിച്ചുകൊണ്ടാണ്, വിശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഉഭയകക്ഷി ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തത്. അത് UAEയും ഒപ്പം തന്നെ ഇന്ത്യയും തമ്മിലുള്ള ആ ഒരു സൗഹൃദം കൂടുതൽ ശക്തിപ്പെടുന്നതിന്റെ ഒരു ഉദാഹരണമായി നമുക്ക് എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ കൂടുതൽ ഏത് രംഗത്തായാലും കൂടുതൽ മെച്ചപ്പെട്ട ശക്തിയായി മാറാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമുക്കിതിലൂടെ വായിച്ചെടുക്കേണ്ടിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ ചർച്ചയ്ക്ക് ശേഷം അദ്ദേഹം അവിടെ ഈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ മക്തൂമുമായി, അവിടുത്തെ പ്രധാനമന്ത്രി കൂടിയാണ്, അദ്ദേഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഇനി അല്പസമയത്തിനകം തന്നെ ഇന്ത്യൻ സമയം 8 മണിയോട് കൂടി അദ്ദേഹം ഈ ഒരു അഖിലൻ മോദി പരിപാടിക്കായി എത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പ്രവാസി സമൂഹമുള്ളത്. തീർച്ചയായും എന്തായാലും